കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുകയും കർഷകർക്ക് ആവശ്യമായ പിന്തുണ ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായി അയിലൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. കല്ലമ്പറമ്പ് പാൽ സൊസൈറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ വിവിധയിനം കാർഷിക തൈകളുടെ വിതരണവും നടത്തി. മഴക്കാല കൃഷിക്ക് അനുയോജ്യമായ തൈകളാണ് വിതരണം ചെയ്തത്. കർഷകരുടെ പങ്കാളിത്തത്തോടെ നടന്ന ഞാറ്റുവേല ചന്തയിൽ കാർഷിക ഉൽപ്പന്നങ്ങളും തൈകളും പ്രദർശിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ KG എൽദോ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും അവസാനം നമ്മളൊക്കെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന നെല്ലിൻ്റെ വില കൈക്കിട്ടാത്ത ഏറ്റവും വലിയൊരു ഗുരുതരമായ പ്രതിസന്ധി. അതിനെ ഒരു ചെറുതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്തെങ്കിലും രൂപത്തിൽ പറഞ്ഞു പോകാൻ കഴിയുന്നതല്ല. നെല്ലിൻ്റെ വില കർഷകന് കിട്ടിയില്ല എന്നത് ഇക്കാലം അത്രയുള്ള പ്രയാസം. അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാനും സർക്കാർ കൺസോർഷ്യത്തിന് കൺസെൻറ്റ് കൊടുക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ട് ആഴ്ചകൾ പൂർത്തീകരിച്ചിട്ട് 20-ാം തീയതി വരെയുള്ള PRSൻ്റെ തുല്യമായ തുക നൽകുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനം കൊടുത്തിട്ട് അത് അപ്രൂവൽ ചെയ്യാൻ PMO ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഏത് രൂപത്തിൽ പോയാലും കർഷകൻ അതിൻ്റെ എല്ലാ പ്രയാസവും അനുഭവിക്കേണ്ടി വരിക ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. അത് ഭരണകൂടത്തിൻ്റെ നിറവും മണമൊന്നും നോക്കിയിട്ടല്ല അതിനെക്കുറിച്ച് സ്റ്റേറ്റ്മെൻറ്റ് പറയും. ഒരു നാടിൻ്റെ മൊത്തത്തിലായിട്ടുള്ള പ്രയാസമാണ്. ഇത്തരം പ്രയാസങ്ങളെ കണ്ടില്ല എന്ന് നടിച്ച് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഇത് ഇത്തരം ഗുരുതരമായ വീഴ്ച വരുത്തുന്ന ആളുകൾക്കെതിരെ ഒരു തർക്കവുമില്ലാത്ത രൂപത്തിൽ നടപടികൾ സ്വീകരിച്ച് മുമ്പോട്ട് പോകാൻ സർക്കാർ തയ്യാറാവണം. ആ രൂപത്തിൽ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ഒരു തർക്കവും വേണ്ട. അത്തരം ഘട്ടങ്ങളിലൊക്കെ പോയി മുൻകാലഘട്ടത്തിൽ എങ്ങനെയിരുന്നു അതുപോലെ ഇരിക്കാൻ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയും ഞങ്ങളുമൊക്കെ തയ്യാറാവുമെന്നുള്ള കാര്യം ഈ വേദിയിൽ വെച്ച് പറയാതിരിക്കാൻ ഒരു നിർവാഹമുണ്ട്. കാരണം ഏറ്റവും അത്യാവശ്യമായിട്ട് കാർഷിക മേഖല ഏറ്റവും ഗുരുതരമായിട്ട് പ്രതിസന്ധി നിൽക്കുക. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് എല്ലാ കൃഷിയും ആകെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്. കാർഷിക മേഖലയെ സംരക്ഷിക്കുകയും പരമ്പരാഗത കൃഷിരീതികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യകതയാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ജൈവകൃഷി വ്യാപിപ്പിക്കുന്നതിനുമായി സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വിനോദ് ചക്രായി, S. വിഘ്നേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ SM ഷാജഹാൻ, രത്നകുമാരി, വിനേഷ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ ജലീൽ സ്വാഗതം പറഞ്ഞു. കൃഷി ഓഫീസർ മാനസ നന്ദി രേഖപ്പെടുത്തി. UTV ന്യൂസ്, പാലക്കാട്.